അത് ഇവരെന്നെ വിളിക്കുന്നത് തന്നെ ഞാൻ ആ സ്ക്രിപ്റ്റിനെ കേൾക്കാൻ പോകുന്നതിന് മുന്നേ, ഞാൻ വായിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ 50% എനിക്കിത് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടെ പോയൊരു ക്രൂ ആണ് ഇവര്. അപ്പം ചെന്നപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു, ചേട്ടാ വേഗം തരണം വായിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ വായിച്ചു തുടങ്ങിയപ്പോൾ ഇതിപ്പം നിങ്ങൾ സിനിമ എത്ര പേരോട് കണ്ടു എന്ന് എനിക്കറിയില്ല ഇപ്പോൾ, പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്കൊരു ബ്യൂട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക്, നായ്ക്കളുടെ ഒരു രീതി, ഇതെല്ലാം ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് ബാലേട്ടനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റേ മേക്കിങ്ങിൽ പിടിക്കാം എന്നുള്ളൊരു പരിപാടിയല്ല, നമുക്ക് വായിക്കുമ്പോൾ തന്നെ കൃത്യമായി ഇതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ഇമാജിനേഷനിൽ വരും. അതുകൊണ്ടാണ് ഷാഫിക്ക് നേരത്തെ പറഞ്ഞത്, ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങനെ നടപ്പിലാവും എന്നുള്ള കാര്യം വരെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു സീൻ വരിക, ബാക്കി നമ്മൾ അപ്പം ചിന്തിക്കുന്നതാണെങ്കിൽ ആ സമയത്ത് എന്തൊക്കെയാണോ അവൈലബിലിറ്റി ആ സാഹചര്യത്തിൽ ഉണ്ടാവുക, ആ വണ്ടി അല്ലെങ്കിൽ എന്താണെങ്കിലും ആ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ആ ഒരു സീൻ കുറച്ചും കൂടെ വലുപ്പമാവാം, അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇതിൽ അങ്ങനെയില്ല, ഇതിന് കൃത്യമായ ഒരു ക്ലാരിറ്റി ഫ്രം ദ വെരി ബിഗിനിങ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ടു ദ എൻഡ് വരെ പോയിട്ടുള്ളത്. കാര്യം നമുക്ക് ഓൺ ദ വേ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനോ ട്വീക്ക് ചെയ്യാനോ അങ്ങനെയൊന്നും ഒരു സ്കോപ്പും കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം